1971 മഹാനായ അശോക ചക്രവർത്തിയുടെ പേരിൽ എയർ ഇന്ത്യയിലേക്ക് ചേർക്കപ്പെട്ട അത്യാഡംബര വിമാനം ആയിരുന്നു എംപറർ അശോക. ഇന്ത്യയിലെ ആദ്യത്തെ ബോയിംഗ് 747 ജംബോ ജെറ്റ്. പ്രൗഢഗംഭീരമായ സജ്ജീകരണങ്ങളായിരുന്നു എംപറർ അശോക വിമാനത്തിനുള്ളിൽ. വിമാനത്തിന്റെ പരസ്യവാചകം പാലസ് ഇൻ ദ സ്കൈ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു അതിനുള്ളിലെ സൗകര്യങ്ങൾ. ആകാശത്തിലെ കൊട്ടാരത്തിന് സമമായ രീതിയിൽ പെയിന്റിങ്ങുകളും ക്യാബിൻ ഡെസ്കുകളും ലോകോത്തര നിലവാരമുള്ള ഇരിപ്പിടങ്ങളും ഈ ജംബോ ജെറ്റിനെ വേറിട്ട് നിർത്തി. വിമാനത്തിന്റെ മുകളിലത്തെ നില ഫസ്റ്റ് ക്ലാസ് ലോഞ്ച്, അതിമനോഹരമായ കാർപ്പറ്റുകളും ഇന്ത്യൻ കലാരൂപങ്ങളുടെ ചിത്രമെഴുത്തും കൊണ്ട് ഒരു രാജധാനിയെ ഓർമ്മിപ്പിച്ചു. ലോഞ്ചിൽ സീറ്റുകൾ ഇല്ലായിരുന്നു, പകരം സോഫ സെറ്റുകളും കോക്ടെയിൽ ടേബിളുകളും ബാറുകളും പാലസ് ഇൻ ദ സ്കൈ എന്ന പരസ്യവാചകത്തിനെ യാഥാർത്ഥ്യമാക്കി. അതിസുന്ദരികളായ എയർ ഹോസ്റ്റസ്മാരായിരുന്നു ലോഞ്ചിൽ യാത്രക്കാർക്ക് വേണ്ടി എയർ ഇന്ത്യ റിക്രൂട്ട് ചെയ്തിരുന്നത്. ഹോസ്റ്റസ്മാർക്ക് രാജകുമാരികളെ അനുസ്മരിപ്പിക്കുന്ന ഗാഗ്ര ചോളിയായിരുന്നു വേഷം. 1978 ലോകം മുഴുവൻ പുതുവത്സരാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ബോംബെ സാന്റാക്രൂസ് എയർപോർട്ടിൽ ദുബായിലേക്ക് പറക്കാൻ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 855 സാക്ഷാൽ അശോക എംപറർ ജംബോ ജെറ്റ് തയ്യാറായി നിൽക്കുന്നു. 190 യാത്രക്കാർ, 23 ക്രൂ മെമ്പേഴ്സ്. സുന്ദരികളായ എയർ ഹോസ്റ്റസ്മാർ നിറഞ്ഞ പുഞ്ചിരിയോടെ യാത്രക്കാരെ ഇരിപ്പിടങ്ങളിലേക്ക് ആനയിച്ചു. അറേബ്യൻ നഗരമായ ദുബായിലേക്ക് പോകുന്ന ജോലിക്കാർ, തൊഴിലന്വേഷകർ, ബിസിനസ്സുകാർ, പിന്നെ പുതുവത്സരം തുടർന്നാഘോഷിക്കാൻ പോകുന്ന നവദമ്പതിമാർ. ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിൽ ഷാമ്പൈനുകളും വൈനുകളും നൽകി യാത്രക്കാരെ സ്വീകരിച്ചു. അപ്സരസുകളെ പോലെ ഹോസ്റ്റസ്മാർ അവർക്കിടയിൽ ഒഴുകി നടന്നു. സാധാരണയായി ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിൽ ബ്രിട്ടീഷ് എയർവേസിലും അമേരിക്കൻ എയർവേസിലുമൊക്കെ ബോണ്ട് സഞ്ചരിക്കുമ്പോൾ 1983 ഇറങ്ങിയ ഒക്ടോപസി എന്ന ചിത്രത്തിൽ ബോണ്ട് സഞ്ചരിക്കാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എയർ ഇന്ത്യയുടെ അശോക എംപറർ ഫ്ലൈറ്റിൽ ആണ്. ആ ഒറ്റ രംഗം ഈ വിമാനം എത്രമാത്രം പോപ്പുലർ ആയിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഫ്ലൈറ്റ് ക്യാപ്റ്റൻ മദൻലാൽ കോക്പിറ്റിൽ നിന്നും എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നു. 51 വയസ്സുള്ള അദ്ദേഹത്തിന് 18,000 മണിക്കൂർ വിമാനം പറത്തിയ പരിചയം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫീസർ 42 വയസ്സുള്ള ഇന്ദു വർമാണി ഒരു മുൻ എയർഫോഴ്സ് കമാൻഡറും 53 വയസ്സുള്ള ആൽഫ്രഡ് ഫരിയ എയർ ഇന്ത്യയുടെ മോസ്റ്റ് സീനിയർ ഫ്ലൈറ്റ് എഞ്ചിനീയറും ആയിരുന്നു. ബോംബെ നഗരം പുതുവത്സരത്തിന്റെ ആഘോഷലഹരിയിലായിരുന്നു. നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിന്ന ആകാശം ശാന്തമാണ്. 8 മണിയോടെ വിമാനത്തിന്റെ ചക്രങ്ങൾ റൺവേ നമ്പർ 27 ഉരുളാൻ തുടങ്ങി. എല്ലാവരും ടേക്ക് ഓഫിന് പ്രിപ്പയർ ആയി സീറ്റ് ബെൽറ്റ് ഇട്ട് തയ്യാറായി ഇരുന്നു. 747 ജംബോ ജെറ്റ് സാന്റാക്രൂസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ദുബായ് ലക്ഷ്യമാക്കി പറന്നുപൊങ്ങി. മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ റൺവേയിൽ നിന്നുയർന്ന് 1 മിനിറ്റിനുള്ളിൽ ഹെഡിംഗ് അനുസരിച്ച് വലതുഭാഗത്തേക്ക് ബോംബെ കോസ്റ്റ് ലൈൻ മറികടന്ന് അറബിക്കടലിന് മുകളിലൂടെ പറന്ന് അത് ലെവൽ ഫ്ലൈറ്റ് നിലനിർത്തി. എയർപോർട്ട് കൺട്രോൾ ക്യാപ്റ്റൻ മദൻലാലുമായി ബന്ധപ്പെട്ടു. അതിന് മറുപടിയായി ഹാപ്പി ന്യൂ ഇയർ ടു യു സർ എന്ന് പറഞ്ഞ് തിരിച്ച് സന്ദേശം കൈമാറി. വിമാനത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ഉപകരണമാണ് ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ. ചക്രവാളവുമായി താരതമ്യപ്പെടുത്തി വിമാനത്തിന്റെ ദിശയെക്കുറിച്ചും നിലവിലെ സ്വഭാവത്തെക്കുറിച്ചും രാത്രി സമയങ്ങളിലും മഴ, മഞ്ഞ് എന്നീ നേരങ്ങളിലും കാഴ്ചക്കുറവിനെക്കുറിച്ചും പൈലറ്റുമാരെ അറിയിക്കുന്ന ഉപകരണം. വിമാനത്തിന്റെ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ചെരിവ്, ഉയർച്ച, താഴ്ച എന്നിവയെല്ലാം ഇത് കൃത്യമായി അറിയിക്കുന്നു. പ്രധാനമായും 3 ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്ററുകൾ ഈ വിമാനത്തിൽ ലഭ്യമാണ്. അവ 3 കോക്പിറ്റ് അംഗങ്ങൾക്കുമായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നു. ലെവൽ ഫ്ലൈറ്റിലേക്ക് വിമാനം വന്നതിന് ശേഷവും ക്യാപ്റ്റന്റെ ഇൻഡിക്കേറ്ററിൽ വിമാനം വലത്തേക്ക് തന്നെ തിരിയുന്നതായി കാണപ്പെട്ടു. തന്റെ ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ ഇപ്പോഴും റൈറ്റ് ടേൺ കാണിക്കുന്നു എന്ന് ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് അഭിപ്രായപ്പെട്ടു. എന്നാൽ അതിനെ മറികടക്കുന്നതിനായി ക്യാപ്റ്റൻ വിമാനത്തെ ഇടതുഭാഗത്തേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. ഈ സമയം ഫസ്റ്റ് ഓഫീസറിന് തന്റെ മുന്നിലുള്ള ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ കൃത്യമായി ലെഫ്റ്റ് ടേൺ കാണിച്ചുകൊണ്ടിരുന്നു. ക്യാപ്റ്റൻ പറഞ്ഞ ആ തെറ്റ് മനസ്സിലാക്കാൻ ഫസ്റ്റ് ഓഫീസറിനും കഴിഞ്ഞില്ല. അദ്ദേഹം തന്റെ ഇൻഡിക്കേറ്ററിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ക്യാപ്റ്റന്റെ മുന്നിലുള്ള ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ മോണിറ്ററിലെ ഒരു മിസ്റ്റേക്ക് മാത്രമായിരുന്നു. ക്യാപ്റ്റൻ വിമാനത്തെ ഇടത്തേക്ക് തിരിക്കുമ്പോൾ ഫ്ലൈറ്റ് യഥാർത്ഥത്തിൽ ശരിയായ ദിശയിലും ലെവലിലുമായിരുന്നു. സൂര്യൻ അസ്തമിച്ചതിനാലും ഇരുട്ടുമൂടിയതിനാലും വിമാനത്തിന്റെ അവസ്ഥ പുറത്തെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലുള്ള ചക്രവാളവുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ക്യാപ്റ്റന് പരിസര സംബന്ധമായ ബോധം നഷ്ടമായി തുടങ്ങി. ലഭ്യമായ തെറ്റായ അറിവിന്മേൽ അദ്ദേഹം വിമാനത്തെ കൂടുതലായി ഇടത്തോട്ട് തിരിക്കുകയും നിശ്ചയ അളവിൽ കവിഞ്ഞതിനാൽ അത് ഉയരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഫ്ലൈറ്റ് എഞ്ചിനീയർ തന്റെ ആറ്റിറ്റ്യൂഡ് മോണിറ്ററിൽ ഈ മിസ്റ്റേക്ക് മനസ്സിലാക്കി കോക്പിറ്റിലേക്ക് സന്ദേശം കൈമാറിയപ്പോഴേക്കും താമസിച്ചു പോയിരുന്നു. ഇടതുഭാഗത്തേക്ക് കൂടുതൽ തിരിച്ചതിന്റെ ഫലമായി വിമാനത്തിന്റെ ഉയരം നഷ്ടപ്പെടാൻ തുടങ്ങി.
എയർ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വിമാനമായ എംപറർ ജംബോ ജെറ്റ് റൺവേയിൽ നിന്ന് ഉയർന്നു പൊങ്ങി 101 സെക്കൻഡിനുള്ളിൽ അറബിക്കടലിന്റെ തിരമാലകൾക്കുള്ളിലേക്ക് 35 ഡിഗ്രി ആംഗിളിൽ മൂക്കുകുത്തി വീണു. 190 യാത്രക്കാരും 23 ക്രൂ മെമ്പേഴ്സും ആയി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് വലിയ ശബ്ദത്തോടെ വീണുമറയുന്നത് ഒരുപാട് ബോംബെ ബാന്ദ്ര നിവാസികൾ 3 കിലോമീറ്റർ ദൂരെ നേരിട്ട് കണ്ടു. ബോംബെ ബാന്ദ്രയിലെ സമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ ഇരുന്നവർ ഈ അപകടം വളരെ വ്യക്തമായി കണ്ടു. കടലിൽ പതിച്ചപ്പോൾ ഒരു തീഗോളം പ്രത്യക്ഷപ്പെട്ടു. 3 കിലോമീറ്റർ അകലെയായിരുന്നുവെങ്കിലും റമ്മി കളിച്ചുകൊണ്ടിരുന്ന ബാൽക്കണിയിലെ മേശ പോലും അതിന്റെ ആഘാതത്തിൽ വിറച്ചുപോയി. ഡിന്നർ പ്ലേറ്റുകൾ താഴെ വീണ് പൊട്ടിച്ചിതറി. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു. അറബിക്കടൽ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുണ്ട പരവതാനി പോലെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടന്നു. അതിനുള്ളിൽ 213 ജീവനുകൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരുന്നത് ആരും അറിഞ്ഞില്ല. ബോംബെ കൺട്രോൾ ടവറിലെ റഡാർ സ്ക്രീനിൽ നിന്നും അശോക എംപറർ എന്നേക്കുമായി അപ്രത്യക്ഷമായി. രക്ഷാപ്രവർത്തനം നേവിയുടെയും എയർഫോഴ്സിന്റെയും പോലീസിന്റെയും സഹകരണത്തോടെ ഊർജിതമായി ആരംഭിച്ചു. ഇന്ത്യ മുഴുവൻ ആ പുതുവത്സര ദിനത്തിലുണ്ടായ ദുരന്ത വാർത്ത കേട്ട് തേങ്ങി. ലോകത്തിലെ തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് ഈ ജംബോ ജെറ്റ് അപകടം ഞെട്ടലുളവാക്കി. അതുകൊണ്ട് തന്നെ ഈ അപകടം രണ്ടാമത്തെ ഏറ്റവും വലിയ ദുരന്തമായി കണക്കാക്കപ്പെടുന്നു. ബാന്ദ്രയിലെ തീരങ്ങളിൽ രക്ഷാപ്രവർത്തനം കാണാനും ബന്ധുക്കൾ അവരുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലോ എന്നും കരുതി കാത്തിരുന്നു. പക്ഷേ 3 കിലോമീറ്റർ ദൂരം അവരുടെ കാഴ്ച എത്തുമായിരുന്നില്ല. രക്ഷാപ്രവർത്തകർക്ക് ജീവന്റെ ഒരു തുടിപ്പ് പോലും കണ്ടെത്താനായില്ല. നിശബ്ദനായി പതുങ്ങി വന്ന മരണം എല്ലാവരുടെയും ജീവൻ കവർന്നെടുത്തു. അന്വേഷണം പ്രഖ്യാപിച്ചു. ക്യാപ്റ്റൻ മദൻലാൽ കുക്കറിന് പറ്റിയ പിഴവാണ് ഈ അപകട കാരണം എന്ന് വിലയിരുത്തി. ആറ്റിറ്റ്യൂഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ മോണിറ്ററിൽ കാണിച്ച എറർ മെസ്സേജ് 3ാമത്തെ മോണിറ്ററിൽ വെരിഫൈ ചെയ്തിരുന്നെങ്കിൽ ഈ അപകടം വളരെ നിഷ്പ്രയാസം ഒഴിവാക്കാമായിരുന്നു. അപകടത്തിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: ADI മോണിറ്ററിൽ പിഴവുണ്ടായിരുന്നെങ്കിലും മറ്റ് ഉപകരണങ്ങളുടെ സഹായത്തോടെ വിമാനത്തിന്റെ കൺട്രോളും ഉയരവും ക്രമീകരിക്കുന്നതിൽ ക്യാപ്റ്റൻ പരാജയപ്പെട്ടിരിക്കുന്നു. വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു പൊട്ടിത്തെറിയുടെയോ തീപിടുത്തത്തിന്റെയോ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ ആയ എന്തെങ്കിലും പിഴവിന്റെയോ തെളിവ് ലഭിക്കാതിരുന്നത് അപകട കാരണം ക്യാപ്റ്റനിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു. മരിച്ചവരുടെ ബന്ധുക്കൾ ബോയിംഗ് വിമാന കമ്പനിക്കെതിരെ നഷ്ടപരിഹാരത്തിന് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും US ഫെഡറൽ ഡിസ്ട്രിക്ട് ജഡ്ജ് കേസ് തള്ളിക്കളഞ്ഞു. 139 പേജുള്ള വിധിന്യായത്തിൽ ADIയെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുപകരണങ്ങളും ബാക്കപ്പ് സിസ്റ്റവും പ്രവർത്തന സജ്ജമായിരുന്നതുകൊണ്ട് വിമാനാപകടം ഒഴിവാക്കാമായിരുന്നു എന്ന് വ്യക്തമായി എഴുതി. ബോയിംഗ് കമ്പനിയുടെ അറ്റോർണി ജനറൽ ഉറപ്പിച്ചു പറഞ്ഞത് 24 മണിക്കൂർ മുമ്പുള്ള മദ്യത്തിന്റെ ഉപയോഗവും ഡയബറ്റിക്സ് മരുന്നുകളും ഭക്ഷണം കഴിക്കാതിരുന്നതും ക്യാപ്റ്റന്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമാക്കിയിരുന്നു എന്നാണ്. ഈ ഒരു അവസ്ഥയിൽ നിയമപരമായി ഒരു വിമാനം പറത്താൻ ക്യാപ്റ്റന് അനുവാദം ഉണ്ടായിരുന്നില്ല. 1986 ബോയിങ്ങിനെതിരെയുള്ള കേസ് തള്ളിക്കളഞ്ഞു. ഇന്ന് ദേബായിസ് ചക്രവർത്തി എന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ എയർ ഇന്ത്യ പൈലറ്റിന്റെ മകൻ കുറെ വർഷങ്ങളായി എംപറർ അശോകയുടെ അപകടത്തിന്റെ ഒരു സ്മാരകത്തിനു വേണ്ടി പല വാതിലുകളും മുട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരുപാട് സുഹൃത്തുക്കളും ക്രൂ മെമ്പേഴ്സും അടക്കം പല സുഹൃത്തുക്കളും അന്നത്തെ അപകടത്തിൽ മരിച്ചിരുന്നു. ജീവിതയാത്രയിൽ ഒറ്റ നിമിഷം കൊണ്ട് മരണമെന്ന തിരശ്ശീലയ്ക്ക് പിന്നിൽ നിശബ്ദരായി മറഞ്ഞുപോയ അവരെയൊന്നും പെട്ടെന്ന് മറക്കാൻ അദ്ദേഹത്തിന് ആകുമായിരുന്നില്ല. ചിരിച്ച് സൗമ്യമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന മറ്റൊരു ഫ്ലൈറ്റ് ഓഫീസറായിരുന്ന അദിൽ ദുബാഷിനെ ആർക്കും മറക്കാൻ കഴിയില്ല. ഇന്നും ബാന്ദ്രയിലെ അറബിക്കടലിന്റെ ഇരുളുമേയിലേക്ക് ദേബായിസ് ചക്രവർത്തി നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ഒക്കത്തിരുന്ന് കേട്ട ഭയാനക ശബ്ദത്തിന്റെ അതേ ഞെട്ടൽ. രഞ്ജന ലാൽ, 24 വയസ്സുള്ള സുന്ദരിയായ പെൺകുട്ടി, ലുഫ്താൻസയിൽ നിന്നും ലക്ഷൂറിയസ് ഫ്ലൈറ്റായ അശോക എംപറിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഗോതമ്പിന്റെ നിറമുള്ള വെളുത്തമെലിഞ്ഞ പെൺകുട്ടി. അവളുടെ ചിരി ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിനെ കൂടുതൽ ആകർഷകമാക്കി. അവളുടെ മനോഹരമായ കണ്ണുകളുടെ ഒരു നോട്ടം കിട്ടാനും ഒന്ന് സംസാരിക്കാനും യാത്രക്കാരും സഹപ്രവർത്തകരും ഊഴം നോക്കി കാത്തിരുന്നു. ഒരു ട്രെയിനി ക്യാബിൻ ക്രൂ ആയി പരിശീലനം ആരംഭിച്ച രഞ്ജനയ്ക്ക് വളരെ കണിശമായ ജോലികളായിരുന്നു സ്ട്രിക്റ്റായ സൂപ്പർവൈസറിൽ നിന്നും ലഭിച്ചത്. അവൾ തളർന്നുപോയി. ജോലി ഭാരം കൊണ്ട് അവൾക്ക് സന്തോഷം ഇല്ലാതായി. എങ്കിലും അത് പുറത്തു കാണിക്കാതെ മനോഹരമായി പുഞ്ചിരിച്ചു. ഇപ്പോൾ ഇത് ഓർക്കുന്ന അന്ന് അവളോടൊപ്പം ഉണ്ടായിരുന്ന പൈലറ്റ് ആൽഫ്രഡും ക്യാബിൻ ക്രൂവും സുഹൃത്തുക്കളും രഞ്ജനയെ സന്തോഷിപ്പിക്കാനും അവളെ ചീറപ്പ് ചെയ്യാനും പ്ലാൻ ചെയ്തു. ഹോങ്കോങ്ങിലെ പാർട്ടിയിൽ അവർ വെളുക്കുവോളം ആഘോഷിച്ചു. പാട്ടുപാടിയും നൃത്തം ചെയ്തും രഞ്ജന അവളുടെ ദുഃഖങ്ങൾ മറന്ന രാത്രി. അവളുടെ ചിരി കാണാൻ കൊതിച്ചിരുന്ന സുഹൃത്തുക്കൾ തമാശ പറഞ്ഞ് അവളെ പൊട്ടിച്ചിരിപ്പിച്ചു. അന്ന് നേരം വൈകി പിരിയുമ്പോൾ
അവൾ എല്ലാവർക്കും മനസ്സ് തുറന്ന് നന്ദി പറഞ്ഞു. എനിക്ക് ഹസ്തദാനം നൽകി യാത്ര പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായ ഒരു പാർട്ടിയായിരുന്നു അത്. 70 കാലഘട്ടങ്ങളിൽ അശോക എംപറർ ഫ്ലൈറ്റ് നിരവധി തവണ പറത്തിയിട്ടുള്ള ഫെർണാണ്ട് പറഞ്ഞു നിർത്തി. രഞ്ജനയുടെ അടുത്ത ഫ്ലൈറ്റ് ബോംബെ ദുബായ് അശോക എംപറർ ആയിരുന്നു. ഒരു മാലാഖയെ പോലെ, നിർമ്മലമായ മഞ്ഞുതുള്ളി പോലെ ഞങ്ങളുടെ ഇടയിൽ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ വിത്തുപാകിയ അവളും അറബിക്കടലിന്റെ തിരമാലകൾക്കുള്ളിൽ എന്നേക്കുമായി മറഞ്ഞു. വിമാനത്തിൽ അനേകം മലയാളികളും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ തൃശൂർ സ്വദേശികളായ മോഹൻദാസും ഫാത്തിമയും. പോളിടെക്നിക് പഠനകാലത്ത് മുട്ടിട്ട അവരുടെ പ്രണയസാഫല്യമായിരുന്നു ആ യാത്ര. പല പ്രതിസന്ധികളും നേരിട്ട പ്രണയത്തിനൊടുവിൽ രഹസ്യ വിവാഹം ചെയ്ത് അവർ ദുബായിലേക്ക് പോകുകയായിരുന്നു. ഒന്നിച്ചുള്ള യാത്രയിൽ പ്രിയതമന്റെ കൈയും പിടിച്ച ഫാത്തിമ തങ്ങൾ ഏറെക്കാലമായി സൂക്ഷിച്ച പ്രണയത്തിന്റെ കൊടുമുടികൾ കീഴടക്കിയ ആഹ്ലാദത്തിലായിരുന്നു ഇരുവരും. പക്ഷേ വിധി അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചില്ല. അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് ആ പ്രണയ ജോഡികൾ എന്നേക്കുമായി മറഞ്ഞുപോയി. നിരവധി മൃതശരീരങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അറബിക്കടലിന്റെ ആഴങ്ങളിൽ മോഹൻദാസിനെ തനിച്ചാക്കി പോയ ഫാത്തിമയുടെ മൃതശരീരം സ്വദേശത്ത് കൊണ്ടുവന്ന് ബന്ധുക്കൾ സംസ്കരിച്ചു. എംപറർ അശോകയുടെ സ്മാരകം ചിലപ്പോൾ സാക്ഷാത്കരിക്കപ്പെടില്ലായിരിക്കാം. പക്ഷേ ആയിരക്കണക്കിന് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മനസ്സിൽ നൊടിയിടയിൽ അറബിക്കടലിന്റെ അഗാധതകളിലേക്ക് മറഞ്ഞുപോയ ആ ജീവന്റെ തുടിപ്പുകൾ ഒരിക്കലും മാഞ്ഞു പോകില്ല. ഈ വിമാനാപകടത്തോടെ എയർ ഇന്ത്യയുടെ ഒരു സുവർണ കാലഘട്ടം അവസാനിക്കുകയായിരുന്നു. എങ്കിലും എയർ ഇന്ത്യയുടെ അശോക എംപറിന്റെ 7 വർഷത്തെ ഫ്ലൈറ്റ് സർവീസ് കാലഘട്ടം ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു.